ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനൊരു വെബിനാർ അനൗൺസ് ചെയ്യുകയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ITI ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ ITIയിലേക്കുള്ള ടീച്ചിങ് പോസ്റ്റാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിടുമെന്ന് PSC തീരുമാനിച്ചിരുന്നു, അല്ല PSC യോഗ തീരുമാനത്തിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലൊന്നും വന്നിട്ടില്ല. അതൊരു 10-15 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ഗസറ്റ് വന്ന് അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അതിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ മാസം പകുതിയോളം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ വെബിനാർ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നേരത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിത് പറഞ്ഞിരുന്നു, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ലാസ്റ്റ് നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഇതിൽ എന്താണ്, ITI അല്ലെ, ITI + 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. അതല്ലെങ്കിൽ ഡിപ്ലോമയാണ് എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെന്താണ്, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. BTech BE ഒക്കെ ഉള്ളവർക്കും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഓഫ് പേ ലാസ്റ്റ് ടൈം 26,500 മുതൽ 56,700 വരെയാണ്. ഇപ്പോൾ അതല്ല, അത് മാറിയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 19 മുതൽ 44 വരെയായിരുന്നു ലാസ്റ്റ് ടൈം. അപ്പോൾ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റ് ഓഫ് എഫക്റ്റ് വന്നിട്ട് 31/10/2022 ആയിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. കട്ട് ഓഫ് 74 ആയിരുന്നു, മാക്സിമം മാർക്ക് 82 ആയിരുന്നു ടെസ്റ്റിന്. അതുപോലെ ടോട്ടൽ അഡ്വൈസ് പോയത് 33 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ മെയിൽ ലിസ്റ്റ് 148 ആയിരുന്നു. അപ്പോൾ 33 അഡ്വൈസ് പോയൊരു പോസ്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മാക്സിമം മാർക്ക് 82ഓളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പം ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ എക്സാമുകളൊക്കെ നമുക്കൊരു 80+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അത് പഠിക്കേണ്ടതായ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80+ സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എക്സാമിന് ഏറ്റവും നല്ലൊരു പെർഫോം ചെയ്യുന്ന ആരാണോ, നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് ആരാണോ പെർഫോം ചെയ്യുന്നത് അവർക്കായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അത് മാക്സിമം നിങ്ങൾ എക്സാംസുകൾ അറ്റൻഡ് ചെയ്ത് എക്സാംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിലാണ് അവിടെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മാർക്കൊന്നും കണ്ട് പേടിക്കാൻ നിൽക്കേണ്ട, നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള മാർക്കാണ്. സ്റ്റിൽ കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു വെബിനാർ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സിലബസ് ആണ്. ഓക്കെ, സിലബസ് നിങ്ങൾക്കറിയാം, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ സിലബസ് എന്ന് പറയുന്ന ഒരു ട്രേഡ്സ്മാൻ വെൽഡിങ്ങിന്റെ സിലബസ് തന്നെയായിരിക്കും. ലാസ്റ്റ് ടൈം നമുക്ക് ആ എക്സാം ഒക്കെ ഉള്ളതായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് സെയിം സിലബസ് ആയിരിക്കും. പക്ഷേ കുറേ പേരെങ്കിലും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ കാണും. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സിലബസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിന് എവിടുന്നാണ് റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് എവിടുന്ന് നമുക്ക് കിട്ടും, റെഫറൻസ് ബുക്കുകളോ PDFകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നമുക്ക് അവിടെ ആവശ്യമാണ്, ക്വസ്റ്റ്യൻ ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ നമുക്ക് എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ട്രേഡ്സ്മാൻ വെൽഡിങ്ങിന്റെ എക്സാം അറ്റൻഡ് ചെയ്തവരാണെങ്കിലും ചിലപ്പോൾ എക്സ്ട്രാ ഒരു സൈറ്റോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതല്ല, ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പോഴേ തുടങ്ങുകയും ചെയ്യാം. അത് പ്രൊഫൈലിൽ ആ മെസ്സേജ് വരുന്നൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നാളത്തേക്കിന് മാറ്റി വെക്കാതെ ഈ എക്സാം നോക്കുന്നവരാണെങ്കിൽ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കുക, നിങ്ങൾ അവിടുന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും തന്നെ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ ലാസ്റ്റ് ടൈം പ്രീവിയസ് എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്യും. പ്രീവിയസ് എക്സാംസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കും. ചില ഉദാഹരണം പറഞ്ഞാൽ ചില എക്സാംസ് ടഫായിട്ട് നമുക്ക് വരുന്നതാണ്. ITI ലെവൽ എക്സാംസ് ആണെങ്കിൽ പോലും ചില എക്സാമുകൾ ഇവർ എന്ത് ചെയ്യും, PSC വളരെ ടഫായിട്ട് ചോദിക്കും. ചില എക്സാം വളരെ ഈസി ആയിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസിന്റെ ഒരു പാറ്റേൺ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പോകുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അത് എങ്ങനെയാണ് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് ലെവൽ എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു എക്സാം പാറ്റേണും എങ്ങനെ വേണം നമ്മളതിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബിനാർ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു ഫ്രീ വെബിനാറാണ്, വർക്ക്ഷോപ്പാണ്, അത് കണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് 11 ഏപ്രിലിനാണ്, 11-ാം തീയതിയാണ് നമ്മുടെ
ഈ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മുടെ കോഴ്സിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മെന്റർഷിപ്പും ക്ലാസ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ട്രേഡ്സ്മാൻ വെൽഡിങ്ങിന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ബാച്ച് നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ മെൻറ്ററൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. ആ ഫാക്കൽറ്റീസും ആ മെൻറ്ററും ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിലും എടുക്കുന്നത്. നമുക്ക് പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻസ് എപ്പോഴും നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പുതിയ പുതിയ ക്വസ്റ്റ്യൻസും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ല താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് റിസൾട്ടുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിലെല്ലാം നമുക്ക് ടോപ്പ് റാങ്കുകളും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു മേജർ പോർഷനും നമുക്ക് പല എക്സാമുകൾക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കൂടെ കൂടിയിട്ട് നല്ല റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നേറിയിലെത്തിയിട്ട് ഒരു ജോലിയൊക്കെ നേടാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഒട്ടും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അത് സെൽഫായിട്ടായാലും കൊള്ളാം, നിങ്ങൾ ഒരു കോച്ചിങ് എടുത്തിട്ടായാലും കൊള്ളാം, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എത്രയും മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.